നമസ്കാരം. രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ പ്രതിഷേധം. സതീശനെ തൊട്ടാൽ വയനാട് അമേഠിയാക്കും. കേരളത്തിലെ മുഖ്യമന്ത്രി തർക്കം അത് രൂക്ഷമാകുന്നതിനിടെ ഹൈക്കമാൻഡിനും രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കുമെതിരെ വയനാട്ടിൽ പോസ്റ്റർ പ്രതിഷേധം നടക്കുകയാണ്. ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന വാർത്തകൾ നൽകാതിരിക്കുക എന്ന് തന്നെയാണ് പലപ്പോഴും ആലോചിച്ചിട്ടുള്ളത്. കാരണം മെയ് മാസം 4 മുതൽ ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള പരക്കം പാച്ചിലാണ് കോൺഗ്രസും ഒപ്പം തന്നെ ഇവിടുത്തെ മാധ്യമങ്ങളുമൊക്കെ. ഇന്ന് 13-ാം തീയതി ആയിട്ടും ഇതുവരെയും ഒരു നേതാവിനെ അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിയെ കണ്ടെത്താൻ കഴിയാത്തത് ആ പാർട്ടിയുടെ, കോൺഗ്രസ് എന്ന് പറയപ്പെടുന്ന പാർട്ടിയുടെ ഗതികേടാണ്. മാത്രമല്ല, ഇത്രയും നാളെടുത്ത് ഒരു മുഖ്യമന്ത്രിയെ കൊണ്ടുവരേണ്ട ഒരു ആവശ്യമില്ല. കഴിവുള്ള, ചങ്കുറപ്പുള്ള, നട്ടലുള്ള ഒരു നേതൃത്വമാണ് ഈ പറയുന്ന ഹൈക്കമാൻഡ് എന്ന് പറയപ്പെടുന്നവരെങ്കിൽ 4-ാം തീയതി ഉള്ള ആ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞ് 5-ാം തീയതി പ്രഖ്യാപിച്ചതിനെ ആരാണ് മുഖ്യമന്ത്രി എന്ന്. അപ്പോൾ അതിന് കഴിവില്ലാത്തവർ കെട്ടിയിറക്കട്ടെ അങ്ങ് ഡൽഹിയിൽ നിന്ന് മുഖ്യമന്ത്രിയെ. എന്തായാലും മണിക്കൂറുകൾക്കകം തന്നെ ആ കെട്ടിയിറക്കൽ വാർത്ത നമുക്ക് അറിയുകയും ചെയ്യാം. കെ.സി. വേണുഗോപാൽ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ് എന്നുള്ള കെട്ടിയിറക്കൽ വാർത്ത. അതിനോടനുബന്ധിച്ചാണ് ഇപ്പോൾ ഈ വയനാട് DCC ഓഫീസിന് സമീപം ഇംഗ്ലീഷിൽ എഴുതിയ പോസ്റ്ററുകൾ പതിച്ചിരിക്കുന്നത്. കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാൽ കേരളത്തിലെ ജനങ്ങൾ നിങ്ങൾക്ക് മാപ്പ് തരില്ല എന്നും വയനാടിനി അടുത്ത അമേഠിയായി മാറുമെന്നുമാണ് പോസ്റ്ററുകളിലെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഹൈക്കമാൻഡ് കെ.സി. വേണുഗോപാലിനെ പിന്തുണച്ചാൽ പ്രതിഷേധം ശക്തമാകുമെന്ന് പോസ്റ്ററിൽ രോഷപ്രകടനം നടത്തുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ സൂചനകൾ എന്നാണ്. കെ.സി. വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വെറും ഒരു പെട്ടിയെടുപ്പുകാരനാണ് എന്ന് പോസ്റ്ററിൽ വിമർശനമുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുലിന്റെയും പ്രിയങ്കയുടെയും വിഡ്ഢിത്തങ്ങൾക്ക് കേരളം മാപ്പ് നൽകില്ല എന്നും പോസ്റ്ററിൽ കുറിച്ചു വെച്ചിട്ടുണ്ട്. വയനാടിനെ രാഹുൽ ഗാന്ധിയും പ്രിയങ്കയും മറന്നേക്കുമെന്നും ഇനി ഇവിടെ നിന്ന് ജയിക്കില്ല എന്നും പോസ്റ്ററുകൾ വ്യക്തമാക്കുകയാണ്. ആരുടെയും പേരില്ലാത്ത അല്ലെങ്കിൽ ആരുടെയും പേര് വയ്ക്കാത്ത പോസ്റ്ററുകൾ, ആ പ്രത്യക്ഷപ്പെട്ട പോസ്റ്ററുകൾ കോൺഗ്രസിനുള്ളിലെ ഗ്രൂപ്പ് പോര് തെരുവിലേക്ക് പടരുന്നതിന്റെ സൂചനയായാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ അതിനെ വിലയിരുത്തുന്നത്. എന്തു തന്നെയായാലും മുഖ്യമന്ത്രി ചർച്ചയിൽ മുൻവിധിയില്ല എന്ന് പറഞ്ഞ് രാഹുൽ ഗാന്ധി കൈ കഴുകുമ്പോഴും കേരളത്തിന്റെ പുതിയ മുഖ്യമന്ത്രി ആരെന്ന് ഇന്നറിയാൻ കഴിയുമെന്ന് നമുക്ക് ചിലപ്പോൾ അങ്ങനെ അനുമാനിക്കാം. ഹൈക്കമാൻഡ് പ്രഖ്യാപനം ഉച്ചയ്ക്ക് മുന്നേ ചിലപ്പോൾ വന്നേക്കാനുള്ള സൂചനയുണ്ട്. ഇതോടുകൂടി കേരളത്തിനൊപ്പം ആകാംക്ഷയിലാകുന്നത് മറ്റ് 3 പേർ കൂടിയാണ്. ഒന്ന് കെ.സി. വേണുഗോപാൽ, വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല എന്നിവരും അവരുടെ ക്യാമ്പുകളും. ഇപ്പോൾ ഡൽഹിയിലെ കഴിഞ്ഞ ദിവസമൊക്കെ നടന്ന അതിനിർണായകമായിട്ടുള്ള ചർച്ചയിൽ ഹൈക്കമാൻഡ് വിളിപ്പിച്ച കേരളത്തിലെ നേതാക്കളിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് കെ.സി. വേണുഗോപാലിനെയാണ്. കെ.സിയെ തന്നെയാകും ഹൈക്കമാൻഡ് പ്രഖ്യാപിക്കുക എന്നാണ് ഗ്രൂപ്പ് വിലയിരുത്തൽ. ഏകപക്ഷീയമായിട്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് BDRC പക്ഷങ്ങൾ. നമ്പറിനപ്പുറത്താണ് കേരളത്തിലെ സ്ഥിതി എന്ന് ഹൈക്കമാൻഡ് മനസ്സിലാക്കുന്നുവെന്നും ഇരുപക്ഷങ്ങളും ഇപ്പോൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. പക്ഷെ അതേസമയം കോൺഗ്രസിലെ മുഖ്യമന്ത്രി ചർച്ചയിൽ തനിക്ക് മുൻവിധി ഇല്ല എന്ന് നേതാക്കളോട് രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നുമുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ആർക്കും അറിയില്ല കേട്ടോ. കേരളത്തിലെ സാഹചര്യം അറിയാനാണ് കൂടിയാലോചനയ്ക്ക് വിളിച്ചത് എന്നും എല്ലാ വശങ്ങളും ആലോചിച്ചായിരിക്കും തീരുമാനമെന്നും രാഹുൽ ഗാന്ധി പറയുന്നുണ്ട്. സംഘടനയ്ക്ക് നിരക്കാത്ത പ്രവണതകൾ ഇപ്പോൾ തന്നെ ഈ പാർട്ടിക്കുള്ളിൽ ഉണ്ടായി എന്ന് രാഹുൽ നിരീക്ഷിച്ചിട്ടുണ്ട്. അന്തിമ പ്രഖ്യാപനത്തിന് മുന്നേ നേരിട്ട് ഘടകകക്ഷികളോട് സംസാരിക്കണോ എന്നതിലുമൊക്കെ ഇന്ന് രാഹുൽ തീരുമാനം കൈക്കൊള്ളും. ചിലപ്പോൾ കുറച്ചു നേരത്തിന് മുമ്പ് തന്നെ അത് അവരുമായിട്ട്, അതായത് ഘടകകക്ഷികളുമായി സംസാരിക്കുകയും ചെയ്യും. അതിനുശേഷമായിരിക്കും ഒരു പ്രഖ്യാപനം ഉണ്ടാവുക. കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആര് എന്നുള്ള പ്രഖ്യാപനം അതോടുകൂടി ഉണ്ടാകും. എന്നാൽ ഒരു ചോദ്യം അപ്പോഴും കേരള നേതാക്കളോട് രാഹുൽ ഗാന്ധിയുടെ 3 ചോദ്യങ്ങളുണ്ടായിരുന്നു. അതായത് ആരാണ് ഈ ശക്തി പ്രകടനങ്ങൾക്ക് പിന്നിൽ, അതിനുള്ള സാഹചര്യം എന്തായിരുന്നു, പാർട്ടി പറഞ്ഞാൽ ഇതൊക്കെ അവസാനിപ്പിക്കാൻ കഴിയുമോ എന്നുള്ള 3 ചോദ്യങ്ങൾ. കേരളത്തിലെ മുഖ്യമന്ത്രി ചർച്ചകൾക്കായിട്ട് ദില്ലിയിലേക്ക് വിളിച്ചു വരുത്തിയ നേതാക്കളും ഹൈക്കമാൻഡുമായിട്ടുള്ള കൂടിക്കാഴ്ച സോണിയാഗാന്ധിയുടെ വസതിയിലായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. മുൻ KPCC അധ്യക്ഷന്മാരായിട്ടുള്ള K. സുധാകരൻ, K. മുരളീധരൻ, MM ഹസൻ, കൂടാതെ മുതിർന്ന നേതാവായിട്ടുള്ള തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, KPCC വർക്കിംഗ് പ്രസിഡന്റുമാരുള്ള AP അനിൽകുമാർ, PC വിശ്വനാഥ്, ഷാഫി പറമ്പിൽ തുടങ്ങിയ നേതാക്കളുമായിട്ട് നടത്തിയ കൂടിക്കാഴ്ചയിൽ രാഹുൽ ഗാന്ധി പ്രധാനമായിട്ടും ചോദിച്ചറിയുന്നത് സംസ്ഥാനത്ത് ശക്തി പ്രകടനം അടക്കമുണ്ടായ സാഹചര്യത്തെക്കുറിച്ചാണ് എന്നതാണ്. കേരള നേതാക്കൾക്ക് ഇത് മനസ്സിലായി. പക്ഷെ അതിനകത്ത് വ്യക്തമായ ഉത്തരം നൽകിയത് മുരളീധരൻ മാത്രമാണ്. അപ്പോൾ ആരാണ് പ്രതിഷേധങ്ങൾക്ക് പിന്നിൽ എന്ന് ചോദിച്ചെന്ന് നേതാക്കൾ വ്യക്തമാക്കുന്നുണ്ട്. അതായത് ജനവികാരം കൂടി പരിഗണിക്കണമെന്ന് ചില നേതാക്കൾ രാഹുലിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനകീയ പ്രതിഷേധമെങ്കിൽ പാർട്ടി പറയുമ്പോൾ നിർത്തുമോ എന്നുള്ള ചോദ്യവും ചർച്ചകൾ ഉയർന്നു വരുന്നുണ്ട്. AICC സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ, മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല എന്നിവർ കേരളത്തിലെ മുഖ്യമന്ത്രി കസേരയ്ക്കായിട്ട് രംഗത്തുള്ളപ്പോൾ ഇവരിൽ ആരെ പ്രഖ്യാപിക്കണമെന്ന കൺഫ്യൂഷനിലാണ്
രാഹുൽ ഗാന്ധി. പക്ഷേ ഈ രാഹുൽ ഗാന്ധിയൊന്നും ഇതിനകത്ത് ഇടപെടേണ്ട ഒരു കാര്യമില്ല. കാരണം രാഹുൽ ഗാന്ധിയൊക്കെ എന്ത് നേട്ടമാണ് ഈ കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തത് എന്ന് അവർ തന്നെ ഒന്ന് ചിന്തിച്ചാൽ മതി. അവർക്കൊക്കെ എന്ത് അർഹതയാണുള്ളത്? ഇവിടെ ഒരു വിജയം നേടിയെടുത്തിട്ട് ആ വിജയത്തിൽ വിജയശില്പിയായിട്ടുള്ള ആളെ മാറ്റി നിർത്തിക്കൊണ്ട് പെട്ടിയെടുപ്പുകാരനായ, അതായത് രാഹുൽ ഗാന്ധിയുടെ പെട്ടിയെടുപ്പുകാരനായ വേണുവിനെ ഇവിടെ കെട്ടിയിറക്കാൻ നടത്തുന്ന പരിപാടി, ആ പദ്ധതി എന്ന് പറയപ്പെടുന്നത് ഇവിടുത്തെ ഭൂരിപക്ഷം വരുന്ന കോൺഗ്രസ്സുകാർ ഉൾപ്പെടെയുള്ള പൊതുസമൂഹം തള്ളിക്കളയുന്നതാണ്. അപ്പോൾ അതറിഞ്ഞിട്ടും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ഇപ്പോൾ വയനാടിന്റെ മണ്ണിലേക്ക് വീണ്ടും വരേണ്ടതില്ല എന്ന് പ്രവർത്തകരെ കൊണ്ട് വിളിച്ചു പറയിപ്പിക്കേണ്ടി വന്ന ഗതികേടിൽ എത്തിയിരിക്കുന്നു. കാരണം 3-4 ലക്ഷം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലൊക്കെ രാഹുൽ ഗാന്ധിയും അതിനുശേഷം പ്രിയങ്ക ഗാന്ധി 4-5 ലക്ഷത്തിന്റെ ഭൂരിപക്ഷത്തിലൊക്കെ ഇവിടുന്ന് ജയിച്ചു കയറി. പക്ഷേ അതൊക്കെ ഇനി സ്വപ്നങ്ങളിൽ മാത്രമായിരിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഇനി ആരും ഈ തെക്കേ ഇന്ത്യയിലേക്ക് വരണ്ട, അതായത് ഇവിടെ വന്ന് ജയിച്ച് പാട്ടും പാടി പോകാമെന്ന് കരുതി ആരും കേരളത്തിന്റെ മണ്ണിലേക്ക് വരണ്ട എന്നുള്ള സൂചനകൾ തന്നെയാണ് പൊതുസമൂഹവും കേരളത്തിലെ നല്ലൊരു വിഭാഗം കോൺഗ്രസ്സുകാരും നൽകുന്നത് എന്നുള്ള. ഇവിടെ രാഹുലിനും പ്രിയങ്കയ്ക്കുമെതിരെ ശക്തമായുള്ള പ്രതിഷേധമുണ്ടാകുന്നു. സതീശനെ തൊട്ടുകളിച്ചാൽ വയനാട് അമേധിയാക്കുന്ന തരത്തിലേക്കുള്ള പ്രകടനങ്ങൾ ഉണ്ടാകും, അല്ലെങ്കിൽ വരും കാലങ്ങളിൽ അത്തരത്തിലുള്ള ഒരു സ്ഥിതിവിശേഷം വയനാടിൽ ഉണ്ടാകുമെന്നുള്ള വളരെ കൃത്യമായിട്ടുള്ള നിർദ്ദേശവും സന്ദേശവുമാണ് നൽകുന്നത്. കാരണം ഏകദേശം ജില്ലകളിൽ 100% വിജയം കരസ്ഥമാക്കിയ ജില്ലയാണ് വയനാട് എന്ന് പറയപ്പെടുന്നത്. ജയിപ്പിച്ചതുപോലെ തന്നെ എല്ലാവരെയും പരാജയപ്പെടുത്തുവാനും ഞങ്ങൾക്ക് കഴിയുമെന്ന് പറയപ്പെടുന്നത് സാധാരണ കോൺഗ്രസ്സുകാരല്ല, പകരം ആരൊക്കെയോ പ്രതീക്ഷിച്ചുകൊണ്ട് ഇവർക്കൊക്കെ വോട്ട് ചെയ്ത സാധാരണക്കാരാണ്. അവർ നിങ്ങളെ തോൽപ്പിക്കുമെന്ന് അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമാണ്, കണിശമാണ്, ഓർത്തുകൊള്ളൂ, അവർ നിങ്ങളെ തോൽപ്പിച്ചിരിക്കും.